Praise God for this precious time that God has given to us to come at His presence and worship Him in spirit and truth. I also consider it as a privilege. ഇന്ന് നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാനായിട്ട് ഇങ്ങനൊരു അവസരം എനിക്ക് ലഭിച്ചു. അതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെയുള്ള ദൈവജനത്തെ കാണുവാനായിട്ട് ഒരവസരം ദൈവം ഒരുക്കി തന്നു. Actually, I came for a marriage. That marriage will be held on Saturday. എന്നാൽ അതിനു മുമ്പ് ചില മീറ്റിങ്ങുകളിൽ ഇങ്ങനെ സംബന്ധിക്കാനായിട്ട് എനിക്കൊരു അവസരം ലഭിച്ചല്ലോ. അതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ്. So I am so thankful to the assembly and the elders and believers over here for giving me this opportunity. Before I get into the Word of God, I would like to share a few things about me and the ministry which I am holding nowadays. ഈ നാളുകളിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓർപ്പിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. Many of you know me. എന്നാൽ ചിലർക്ക് ഞാൻ ഒരുപക്ഷെ അപരിചിതനായിരിക്കാം. അതുകൊണ്ടൊരു വാക്ക് എന്നെ തന്നെ പരിചയപ്പെടുത്താനും കൂടെ ഞാൻ താല്പര്യപ്പെടുകയാണ്. As you know, my name is Binu Samuel. I was born and brought up in a Christian family. ഞങ്ങളുടെ സ്ഥലം എന്ന് പറയുന്നത് പത്തനംതിട്ടയ്ക്ക് അടുത്ത് 5 കിലോമീറ്റർ, പത്തനംതിട്ടയിൽ 5 കിലോമീറ്റർ ദൂരമുള്ള ചാന്ദിലാവ് എന്ന് പറയുന്ന ഒരു മലയുടെ മുകളിലാണ്. So God has placed us in that on that top of the mountain. അത് ദൈവത്തിന് ഒരു പ്രത്യേകമായ ഉദ്ദേശത്തോടുകൂടി ദൈവം ഞങ്ങളെ അവിടെ ആക്കി. You know, in my childhood onwards, ആത്മീയ കാര്യങ്ങളിൽ ഉള്ള താല്പര്യം ദൈവം തന്നു. So I accepted Lord Jesus Christ as my personal Savior and Lord at the age of 8. 8ാം വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. At the age of 11 I took baptism. 11ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടു. Then at the age of 17 God called me for His ministry. 17ാമത്തെ വയസ്സിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവിനെ വിളിച്ചു. So last many years God has given me many opportunities to serve Him in different capacities. ദൈവത്തിന്റെ വചനം പഠിക്കാനുള്ള അവസരം ഉണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നത്. ലാസ്റ്റ് 28 years I'm a teacher in Brethren Bible Institute, Pathanamthitta, as well as Gospel Training Center, Perumbaur, Rehoboth Bible College, Thrissur, and Madras Stewart Bible College and North India Bible Institute. So I go around in different places and teach the Word of God in different Bible colleges. എന്നാൽ അതേ സമയത്ത് തന്നെ my passion for the children, കുട്ടികളോടുള്ള ബന്ധത്തിൽ ഉള്ള താല്പര്യ നിമിത്തം കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് സുവിശേഷൻ ബാലസംഘവുമായിട്ട് സഹകരിച്ച് പ്രസിഡന്റ്, സെക്രട്ടറി, അങ്ങനെ വിവിധ പോസ്റ്റുകളിൽ നിന്നുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. I was so happy, you know, when I came here I could see so many people, so many young ones. ടീൻസ് ക്യാമ്പിലും ഒക്കെ വന്നിട്ടുള്ള പലരെയും ഇവിടെ വെച്ച് കാണുവാനായിട്ട് എനിക്ക് ഇടയായിട്ട് തീർന്നു. അതിൽ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ പ്രവർത്തനങ്ങളുടെ മധ്യത്തിൽ ദൈവം ഞങ്ങൾക്ക് തന്ന മറ്റൊരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അതായത് എൻ്റെ പിതാവ് ഒരു മിലിറ്ററി സർവീസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ആഫ്റ്റർ 30 years he came back home. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് താനൊരു രോഗിയായിട്ട് മാറി. He lost his eyesight. തന്റെ 2 കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടു. His 2 legs were amputated. 10 years he was on the bed. 10 വർഷം തന്നെ കിടക്കയിൽ നോക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഇടയായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ ദൈവത്തോട് ചോദിച്ച ചോദ്യമുണ്ട്, ദൈവം എന്തിനാണ് ഇങ്ങനെയൊക്കെ ഞങ്ങളെ അനുവദിക്കുന്നത്? പക്ഷെങ്കിൽ ദൈവത്തിനൊരു പ്രത്യേകമായ പർപ്പസ് ഉണ്ടായിരുന്നു. ആഫ്റ്റർ മൈ father passed away, then I began to think about the people, those who are around us. ഞങ്ങളുടെ സൊസൈറ്റിയിലേക്ക് നോക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. In our family prayer we are talking about this. ഇതുപോലുള്ള എത്രയോ പേര് കിടക്കകളിൽ കിടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമോ? So me and my wife
So our children, we were sitting together and thinking about the society. Then we thought what we can do. ഞങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അപ്പോൾ ഞങ്ങളുടെ HSC ചെന്നിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്, അവിടെ ചെന്ന് ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസിന്റെ ഒരു ലിസ്റ്റ് എടുത്തു. ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള അപ്പോൾ മനസ്സിലായി 220 ബെഡ് റിഡൻ പേഷ്യൻസ് ഓൺലി ഇൻ അവർ വില്ലേജ്. അപ്പൊ അവർ ഇത്രയും പേരെ നോക്കാനൊന്നും നമുക്ക് പറ്റുകയില്ല. സോ ഐ ഷെയർഡ് ദിസ് മാറ്റർ വിത്ത് other people, especially Nalledin Ministries, Good Shepherd Ministry, which started 25 years back. അവർ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അവരോട് ചേർന്ന് ഈ കാര്യങ്ങളെ കുറിച്ച് ഷെയർ ചെയ്തപ്പോൾ they said, okay Binu, if you can do it and we will do some support. അങ്ങനെ ആ പ്രവർത്തനം 3 വർഷം മുമ്പ് ഞങ്ങൾ ആരംഭിച്ചു. So we thought we can go to some people or take care of only 10 people. 10 പേർക്ക് വേണ്ടി ഞങ്ങൾ തുടങ്ങിയതാണ്. Today we have 225 people, or we go to 225 families. We take care of this bedridden patients. ഞങ്ങൾ ഇങ്ങനെ കിടക്കയിൽ കിടക്കുന്ന ആളുകളുടെ അടുക്കിലേക്ക് ഞങ്ങൾ പോകാനായിട്ട് ഞങ്ങളൊരു ടീം ഉണ്ടാക്കി. So we visit many places and many houses where no one is there to take care of them. ആരും നോക്കാനില്ലാത്ത, പലയിടത്തും പേരൻസ് മാത്രമുള്ള മക്കൾ ഒരുപക്ഷെ അവിടെ ഇല്ലാത്തവര് ചില ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പേരൻസിനെ ആർക്കും വേണ്ട, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ അടുക്കലേക്ക് പോകാനായിട്ട് ഇടയായിട്ട് തീർന്നു. പല സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ മലകളിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് മലയുടെ മുകളിലൊക്കെ കയറി ഇറങ്ങി ഓരോ വീടുകളിൽ ചെന്ന് ആ വീടുകളിൽ കിടക്കുന്ന ആളുകളെ ശുശ്രൂഷിപ്പാനായിട്ട് കർത്താവ് ഞങ്ങൾക്ക് കൃപ തരുന്നു. ഞങ്ങളോട് ഒരുമിച്ചൊരു ടീമുണ്ട്. 5 നേഴ്സസ് ഉണ്ട്, 2 ഡോക്ടേഴ്സ് ഉണ്ട്. സോ ഞങ്ങൾ അവിടെ ചെന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം, ഒരു ബെഡ് റിഡൻ പേഷ്യന്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ക്രമമായിട്ട് ചെയ്തു കൊടുക്കും. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക് വി വിസിറ്റ് ദാറ്റ് ഫാമിലി. ആൻഡ് ഞങ്ങൾ എയിം എന്ന് പറയുന്നത് ഈ കിടക്കയിൽ കിടക്കുന്ന ആളെ എഴുന്നേപ്പിച്ച് നടത്താനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. But at least giving them comfort, a comfort journey. അവരൊരിക്കലും പറയില്ലേ, ഞാൻ പറഞ്ഞല്ലോ ആളുകളുടെ ഉള്ളിലെ ചിന്തയാണ് എനിക്ക് ആരുമില്ല എന്നുള്ളത്. I don't have anyone, but we want to say that we are with you, until your death. മരണം വരെ ഞങ്ങൾ കൂടെയുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഇടയായിട്ട് തന്നു. എന്നാൽ ആ മെസ്സേജ് കൊടുക്കുമ്പോൾ തന്നെ പല ആളുകളുടെയും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കാനാണ് കഴിയും. ഇതൊരു വീട് ഗവൺമെന്റ് കൊടുത്ത ഒരു വീടാണ്. പക്ഷെ ഈ വീടിന് ഗവൺമെന്റ് എല്ലാം കൊടുത്തു, പക്ഷെ അതിനൊരു കക്കൂസ് കൊടുത്തില്ല. അപ്പം ആ വീട്ടിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ 3 ആളുകളുണ്ട്, അപ്പനും അമ്മ വലിയമ്മച്ചി. 3 പേരും സ്ട്രോക്ക് വന്ന് 3 കിടക്കയിൽ കിടക്കുക. ആ കിടക്കയിൽ കിടക്കുന്ന ആൾക്ക് എഴുന്നേറ്റ് നടക്കാൻ, പ്രോപ്പറായിട്ട് നടക്കാൻ പോലും പറ്റുന്നില്ല. അപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഈ 2 പേർക്ക് അല്പം നടക്കാൻ പറ്റും, അവർ വടികുത്തി 3ാമത് ഈ വല്യമ്മച്ച് വലിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അകത്ത് ഒരു ഇല്ലാത്തതുകൊണ്ട് പുറത്ത് പറമ്പിൽ എവിടെയോ വലിച്ചുകൊണ്ട് പോവുകയാണ്. സോ ആ കാഴ്ച വളരെ ദയനീയമായ ഒരു കാഴ്ചയായിരുന്നു. സോ ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഞങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തു. ഞങ്ങൾ അവർക്ക് ആ വീടിനകത്ത് തന്നെ ഒരു ക്ലോസറ്റ് ഒക്കെ വെച്ച് ഒരു കക്കൂസ് ഉണ്ടാക്കി കൊടുത്തു. വാസ്തവത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്വർഗമാണ്. കാരണം അവരെന്നും നമ്മളെ ഓർക്കുകയാണ്. ഏത് സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാലും അവർക്കത് മറക്കാൻ പറ്റില്ല. സാറേ, നിങ്ങളാണ് ഞങ്ങളെ ഈ നിലയിൽ സഹായിച്ചത്. അപ്പൊ നമ്മള് സമൂഹത്തിൽ ഒരു സഹായം ചെയ്യുമ്പോൾ അവരെ they come under our obligation. അവർക്ക് നമ്മളോട് ഒരു കടപ്പാടിലേക്ക് വരികയാണ്. സോ ആ കടപ്പാട് നമുക്ക് അവരോട് സുവിശേഷം പറയാനായിട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുകയാണ്. So most of the houses are open for us. Today I have access of many of the families. There is no need to go there and knock the door or calling bell അടിക്കേണ്ട ആവശ്യമില്ല. We'll go there, open the house,
വിൽ ഗെറ്റ് ഇൻ ടു ബിക്കോസ് അവർ പേഷ്യന്റ് ഈസ് ഇൻസൈഡ്. അപ്പൊ അതിനകത്ത് ഞങ്ങളുടെ ഒരു പേഷ്യന്റ് ഉണ്ട്, അതുകൊണ്ട് അകത്തേക്ക് കയറിച്ചില്ല. അവിടേക്ക് ചെന്ന് കഴിയുമ്പോൾ പേഷ്യന്റിനോട് മാത്രമല്ല, പേഷ്യന്റിനോട് തന്നെ സുവിശേഷം പറയുമ്പോൾ മറ്റുള്ളവരോട് കേൾക്കാനായിട്ട് ഇടവരുന്നു. സോ ടുഡേ there are many families they came to our assembly because of this ministry. ആ മിനിസ്ട്രിയിലൂടെ പല ആളുകളും രക്ഷിക്കപ്പെട്ട്, ഹിന്ദുസ്, other religious people, they came to our assembly today. അതുകൊണ്ട് ഇത് ഞാൻ പബ്ലിക്കായിട്ട് പറയാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സോഷ്യൽ വർക്ക്. സോ ഇൻ ദ സോഷ്യൽ വർക്ക് ദ റിലീജിയൻ ഈസ് നോട്ട് ആക്സെപ്റ്റഡ്. അതുകൊണ്ട് റിലീജിയൻ പറയാനായിട്ട് നിവൃത്തിയില്ല. അതുകൊണ്ട് അങ്ങനെ സാധാരണ ഇതൊരു പരസ്യമോ അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിയോ ഒന്നും ഇതുവരെയായിട്ടും ഒരു മാഗസിനിലോ ഒന്നിലും ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല, കൊടുക്കാറുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സോഷ്യൽ വർക്ക്. അതുകൊണ്ട് ഒരു സാമൂഹിക പ്രവർത്തനം നടത്തുകയാണ്. കടമനിട്ട എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ഡോമിനേറ്റഡ് ഏരിയ ആണ്. അവിടെ ഒരു സമയത്ത് സുവിശേഷമായിട്ട് നിന്ന സമയത്ത് തന്നെ അവിടെ നിന്ന് ഓടിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് പ്രസംഗിക്കാൻ സമ്മതിച്ചിട്ടില്ല. ബട്ട് ടുഡേ അന്ന് ഓടിച്ച പല കുടുംബങ്ങളിലുമുള്ള പിതാക്കന്മാരെയും ഓടിച്ചവരെയും ഇന്ന് വി ആർ ടേക്കിംഗ് കെയർ ഓഫ് ദം. ഇന്ന് അവരുടെ വീടുകളിൽ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവരുടെ തലയിൽ കൈവച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്, അവരോട് സുവിശേഷം പറയാനായിട്ട് ഇന്നൊരു അവസരം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അവിടുത്തെ വലിയൊരു അമ്പലമുണ്ട്, അവിടുത്തെ പൂജാരി. ആ പൂജാരി കഴിഞ്ഞിടെ പുള്ളി രാവിലെ പൂജയ്ക്ക് വേണ്ടി പോയ വഴിയിൽ ബൈക്കിൽ നിന്ന് പന്നിയെ തട്ടി താഴെ വീണു. അപ്പൊ അത് ഇഞ്ചുറായി, മെഡിക്കൽ കോളേജിൽ കുറെ ദിവസം കിടന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു, നോക്കാൻ ആരുമില്ല. സോ ദേ ഇൻഫോംഡ് us. ഞങ്ങൾ അവിടെ ചെന്ന് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അപ്പം ഇദ്ദേഹം ആരാണെന്ന് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് പൂജാരിയാണെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ പുള്ളിയുടെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം അദ്ദേഹത്തിന് ബോധം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ അവിടെ നിർത്തുകയല്ല. പക്ഷെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ സോ വി ക്യാൻ പ്രേ ഫോർ, we can share. I said there is a living God. ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. So you have to serve the living God. ഇങ്ങനെയൊക്കെ പറയാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ഇന്ന് ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മള് പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ബ്രദറുകാര് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങി വരാറില്ല. നമ്മൾ പ്രസംഗിക്കും, പക്ഷെങ്കിൽ പ്രായോഗിക ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കാണിക്കാറില്ല. എന്നാൽ ഞങ്ങൾ തീരുമാനിച്ചു ഗോസ്പൽ ഇൻ ആക്ഷൻ, സുവിശേഷം പ്രവൃത്തിയിലൂടെ കാണിക്കണം. ദൈവസ്നേഹം വെളിപ്പെടുത്തേണ്ടത് പ്രവൃത്തിയിലാണ്. ആ പ്രവൃത്തിയിൽ ദൈവസ്നേഹം വെളിപ്പെടുമ്പോഴാണ് ആളുകൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഞങ്ങൾ മറ്റൊരു ചലഞ്ച് കൂടെ ഏറ്റെടുത്തു. പല മെഡിക്കൽ ക്യാമ്പുകൾ പല സ്ഥലത്തും ഞങ്ങൾക്ക് ക്രമീകരിക്കാനായിട്ട് ഇടയായിട്ട്, എസ്പെഷ്യലി ഇൻ ചാന്തകാവ്, തോപ്രാംകുടി ആൻഡ് മെനി അതർ പ്ലേസസ്. വയനാട്ടിലൊക്കെ പല പ്രാവശ്യം അവിടെയുള്ള ആദിവാസികളുടെ പോയി മെഡിക്കൽ ക്യാമ്പ് ക്രമീകരിക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അവിടെ ഉള്ളവർക്കും സുവിശേഷം പറയാനുള്ള ഒരു അവസരമായിട്ട് അതെല്ലാം മാറി. കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ആ നിലയിൽ സഹായിക്കുന്നു. തിരുവല്ല മെഡിക്കൽ മിഷനിലെ നേഴ്സസ്, ഡോക്ടേഴ്സ് ഒക്കെ ചേർന്ന് ഞങ്ങൾ പല മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. ഇന്നും ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയുന്നത് പ്ലീസ് പ്രേ ഫോർ us. ഈ പ്രവർത്തനത്തിലൂടെ അനേകര് കർത്താവിനെ കാണുവാനായിട്ട് ഇടയായിട്ട് തീരണം. ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജോബ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്കറിയാം ഇതിനകത്ത് ഒത്തിരി പ്രശ്നമുണ്ട്. പലപ്പോഴും ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ്. കാരണം കോള് വരുന്നത് രാത്രി 1 മണിക്ക്, 2 മണിക്ക്, 3 മണിക്ക്, ഈ സമയങ്ങളിലാണ്. ഒന്നുകിൽ അപ്പൻ ചലനമില്ലാതെ കിടക്കുന്നു, എന്താ സംഭവിച്ചത് സാറേ, പെട്ടെന്ന് വരണം. അപ്പോൾ രാത്രി തന്നെ ഞങ്ങൾ പെട്ടെന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും. മരിച്ചതാണെങ്കിൽ ഞങ്ങൾ ക്ലീൻ ചെയ്ത് മോർച്ചറിയിലേക്ക് കൊടുത്തുവിടും. അതുപോലെ തന്നെ തലമുടി വെട്ടിക്കൊടുക്കും, ദാഹം വെട്ടും, കുളിപ്പിക്കും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും. സോ വി യൂസ് ടു ഡു ദാറ്റ്. There are many people, bed sore ഉള്ള ആളുകൾ എത്രയോ ആളുകളാണെന്നറിയാം. സോ വി ക്ലീൻ ദ ബെഡ് സോർ ആൻഡ് എവറിത്തിങ്, എല്ലാ കാര്യങ്ങളും വി യൂസ് ടു ഡു ദാറ്റ്. അപ്പം ഈ ഒരു മിനിസ്ട്രി ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചു. ദൈവം കൃപയാൽ ഇതിന് ഒരു ഓഫീസും കാര്യങ്ങളും ദൈവം ഞങ്ങൾക്ക് തന്നു, ഒരു വാഹനം തന്നു. ബട്ട് ദ മിനിസ്ട്രി ഈസ് ഗോയിങ് ഓൺ. ദൈവത്തിന്റെ കൃപയാൽ ഈ പ്രവർത്തനം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ ഓർക്കുക, I said it is 3 years going to over. 3 വർഷം ആകാനായിട്ട് പോകും. ഫെബ്രുവരി 1 3 വർഷം ആകുകയാണ്. Here we are going to take one more step.
ഒരു സ്റ്റെപ്പ് കൂടെ വെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്ന് ഡയാലിസിസ് പേഷ്യന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് പറയാറുണ്ട്, സാർ ഞങ്ങളെ സഹായിക്കണം. ബട്ട് വി ഡോണ്ട് ഹാവ് വേ ടു ഹെൽപ് ദം. അതുകൊണ്ട് ഈ കാര്യം ഞാൻ പലരോട് ഷെയർ ചെയ്തപ്പോൾ പലരും പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഡയാലിസിസ് കിറ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിന് വെളിയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ more than 2,000 rupees they have to pay. And some people ആഴ്ച 3 പ്രാവശ്യമൊക്കെ ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. So you can imagine how much rupees they have to pay. Because they don't have money, many of them are not going for the dialysis. ഡയാലിസിസ് ചെയ്യുന്നതിന് 400 രൂപ കൊടുത്താൽ മതി. പക്ഷെ for this kit they have to pay for more than 2,000. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നു, we are going to provide them dialysis kit. അപ്പൊ ഇത് കൊടുത്തു കഴിയുമ്പോൾ ഇത് ലൈഫ് ലോങ് ആയിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. So what we are going to do is, so through this also we are going to connect the people. അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് അത് ഞങ്ങൾക്ക് സഹായകമാണ്. So the result is we have a Bible study every Wednesday 7:30. So what I do is, ഞങ്ങൾ ഏതെല്ലാം വീടുകളിൽ പോകുന്നോ അവിടെയെല്ലാം നമ്മുടെ ഈ ലിങ്ക് അവർക്ക് കൊടുക്കും. ഓൺലൈനിലാണ് ബൈബിൾ സ്റ്റഡി നടക്കുന്നത്. So most of the people they join for the Bible study. So we have a very big group in our Bible study. So most of them are bedridden. അവർ കിടക്കയിൽ കിടക്കുന്നവരാണ്. പക്ഷെങ്കിൽ they listen to the word of God. They study the word of God. So we have opportunities. നമുക്ക് അതിനുള്ള സാധ്യതകളുണ്ട്. So please pray for us. ഞങ്ങൾ ഈ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ ധാരാളമായ കൃപ അനുഭവിക്കേണ്ടതിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. Now I would like to turn your attention to the book of Exodus chapter 14 verses 13 and 15. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 13-ഉം 15-ഉം വാക്യങ്ങൾ, 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. And Moses said to the people, "Do not be afraid. Stand still and see the salvation of the Lord, which he will accomplish for you today. For the Egyptians whom you see today, you shall see again no more forever. The Lord will fight for you, and you shall hold your peace." And the Lord said to Moses, "Why do you cry to me? Tell the children of Israel to go forward." This is a very familiar passage to us. I know that many times you have heard messages from this passage, but ദൈവം എന്റെ ഹൃദയത്തിൽ നൽകിയ ചില ചിന്തകൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇസ്രായേലിന്റെ ചരിത്രത്തില് തങ്കലിപികളിൽ എഴുതപ്പെട്ട, അല്ലെങ്കിൽ അവരുടെ ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയുവാൻ കഴിയാത്ത ഒരു സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അധ്യായം തന്നെ അറിയപ്പെടുന്നത് ചെങ്കടൽ വിഭജനം എന്നാണ്. ഈ ചെങ്കടൽ വിഭജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് സാധാരണ ഒരു സംഭവമല്ല. ശത്രുക്കളുടെ ഹൃദയത്തെ പോലും ഉരുക്കിയ ഒരു സംഭവമാണ്. നിങ്ങൾ യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ, when we read Joshua chapter 2 verse 10 and 11, അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ദൈവം ചെങ്കടലിനെ പിളർന്നത് കേട്ട് ഞങ്ങളുടെ ഹൃദയം ഉരുകിപ്പോയി എന്നാണ്. Our heart is melted when we heard the incident which is happened. ഞങ്ങളെ സംഭവം കേട്ട് ഞങ്ങൾ ഉരുകിപ്പോയി. അതുകൊണ്ട് ഇത് നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഈ ഒരു സംഭവം അനേകരുടെ ജീവിതത്തെ സ്പർശിച്ച, അവരുടെ ഹൃദയത്തെ ഉരുക്കിയ ഒരു സംഭവമാണ്. എന്തിനാണ് ദൈവം അവരെ വിടുവിച്ച്, അഥവാ God redeemed them from the bondage of Pharaoh and brought to a particular place. ദൈവം ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. എവിടേക്കാണ് കൊണ്ടുവന്നത്? Look at chapter 14 verse 1 and 2. 14-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ നോക്കിയേ. 1-2 വാക്യങ്ങൾ. Now the Lord spoke to Moses, saying, Speak to the children of Israel, that they turn and camp before Ahiroth, between Migdol and the sea, opposite Baal-Zephon. You shall camp before it by the sea. ദൈവം അവരുടെ ദിശ മാറ്റി അവരൊരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത്. God is bringing them in a particular place, in a special place. ഇപ്പം അവരുടെ നമ്മളെ മാപ്പ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരെ ദൈവം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്?
അവരെ കനാൻ നാട്ടിലേക്ക് ദൈവം കൊണ്ടുപോവുക. അപ്പൊ ഈ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ അവരെ സ്ട്രെയിറ്റ് ഉള്ള വഴിയെ കൊണ്ടുപോകുമായിരുന്നു. ത്രൂ ദ ഫെലസ്തീൻസ്, ഫെലസ്തീനിലൂടെ അവരെ കൊണ്ടുപോകാമായിരുന്നു. ഇറ്റ് വിൽ ടേക്ക് ഓൺലി 8 days. 8 ദിവസം കൊണ്ട് ദൈവത്തിന് അവരെ കനാൻ നാട്ടിൽ എത്തിക്കാൻ കഴിയുമായിരുന്നു. എന്തിനാണ് ദൈവം ഈ ദിശ മാറ്റിവിട്ടത്? ഇവിടെ വായിക്കുന്നത് സമുദ്രത്തിന് അരികെ പാളയമിറങ്ങണം എന്നാണ്. Now the Lord spoke to Moses. It means it is the command of God. അത് ദൈവത്തിന്റെ കൽപ്പന പ്രകാരമാണ് അവര് സമുദ്രത്തിനരികെ പാളയമിറങ്ങിയിരിക്കുന്നു. ഇപ്പം അവർ നോക്കിക്കഴിഞ്ഞാൽ പിന്നിലേക്ക് നോക്കിയാൽ they can see the wilderness. മുമ്പിലേക്ക് നോക്കിയാൽ the sea, സമുദ്രം. എന്തിനാണ് ദൈവം ഇവിടെ പാളയം ഇറങ്ങാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ വന്നിറങ്ങാനായിട്ട് ദൈവം എന്തിനാ അവരോട് പറഞ്ഞത്? Look at verse 3. ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്. Let me tell you, God has a purpose in every action that he does. ദൈവം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ദൈവത്തിന് പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. Without any purpose, God doesn't do anything. ദൈവം ഒരു കാര്യവും ചെയ്യുന്നില്ല. എന്താ? ദൈവത്തിന് ഉദ്ദേശമില്ലാതെ. ഇവിടെ നോക്കുക, മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എന്നാൽ അവർ ദേശത്ത് ഉഴലുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോനെ കൊണ്ട് പറയിക്കണം. For Pharaoh will say of the sons of Israel, they are wandering aimlessly in the land, the wilderness has shut them in. അപ്പൊ ഒന്നാമത് ദൈവം അവരെ കൊണ്ട് പറയിപ്പിക്കുക. എന്താ? വെറുതെ ആയിപ്പോയി, ഇവിടുന്ന് വലിയ കാര്യത്തിൽ പോക്കിക്കൊണ്ട് പോയതാ. ഇപ്പൊ എവിടെ ചെന്നു? വിൽഡർനെസ്സിൽ കിടന്നുകൊണ്ട് അവര് ഉഴലുകയാണ്. ഈ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ദൈവം വലിയ കാര്യമായിട്ട് അവരെ കൊണ്ടുപോയതാണല്ലോ. എന്നിട്ട് ഇപ്പം കണ്ടോ അവരുടെ സ്ഥിതി കണ്ടോ? ലുക്ക് അറ്റ് ദെയർ കണ്ടീഷൻ. അപ്പോഴ് ഇങ്ങനൊരു അവസ്ഥ ഉണ്ട്, അവരെ കൊണ്ട് പറയിക്കണം. ഇനി 4ാം വാക്യം, വേഴ്സ് 4. ദൈവത്തിന്റെ സെക്കൻഡ് പർപ്പസ്. രണ്ടാമത്തെ കാര്യം എന്താ ഇവിടെ വായിക്കുന്നത്? ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രൈമ്യർ അറിയണം, അവന്റെ സകല സൈന്യങ്ങളിലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും. അപ്പൊ ഈ രഹസ്യം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുക. എന്തിനാണ് അവരെ അവിടെ കൊണ്ടുവന്നത്? Why did God bring them to this place? ഒന്ന്, അവരെ കൊണ്ട് പറയിക്കണം. എന്താ? ഈ ദൈവത്തിന് കഴിവില്ല എന്ന് പറയിക്കണം. എന്നാൽ അതേ സമയത്ത് തന്നെ ദൈവത്തിന് മറ്റൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തണം. അപ്പോൾ ദൈവം ഒരു ഉദ്ദേശവും ഇല്ലാതെ ഒരു കാര്യവും ചെയ്യുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഏതൊരു കാര്യം നമുക്ക് മനസ്സിലാകില്ല. But God knows. Many times we may ask, why the Lord is doing like this? What is the purpose of God? ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെങ്കിൽ ദൈവത്തിന് ഉദ്ദേശമില്ലാതെ ദൈവം ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയില്ല. God has a different purpose. ഇനി 14-ാമത്തെ വാക്യം, 14:10. And when Pharaoh drew near, the children of Israel lifted their eyes, and behold, the Egyptians marched after them. So they... ഇവിടെ നമ്മൾ വായിക്കുന്നത് ഫറവോൻ അടുത്ത് വരിക. കാരണം ഫറവോൻ പിന്നാലെ വരും, ഞാൻ വിശദീകരിക്കുന്നില്ല. ഫറവോൻ വരുന്നത് കണ്ടപ്പോൾ എന്താ ഇവിടെ വായിക്കുന്നത്? മിസ്രൈമ്യർ പിന്നാലെ വരുന്നത് കണ്ട് അവർ ഏറ്റവും ഭയപ്പെട്ടു. They afraid. My question is, why did they afraid? ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ അവർ കണ്ടതല്ലേ? മിസ്രൈമിന്റെ അടിമനുഖത്തിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചപ്പോൾ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ അവര് കണ്ടവരാണ്, അവരെ കണ്ണിൽ കണ്ടവരാണ്. Now why did they afraid? എന്തിനാണ് അവരിപ്പോഴ് പേടിച്ചത് അല്ലെങ്കിൽ ഭയപ്പെട്ടത്? അതിന് കാരണം അതിന്റെ 10ാം വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി ആരെ കണ്ടു? മിസ്രൈമ്യരെ പിന്നാലെ വരുന്നത് കണ്ടു. അവർ തല ഉയർത്തി, they lifted up their eyes,
They have seen whom? They have seen the Egyptian. ഞാൻ കാര്യം പറയട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ കൊണ്ടുവരുമ്പോൾ പലപ്പോഴും നമ്മൾ തല ഉയർത്തി നോക്കുന്നത് ദൈവത്തിങ്കലേക്കല്ല. We are looking at the problems. നമ്മുടെ പിന്നാലെ വരുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് ഈ വൈകിയ സമയത്ത് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രശ്നങ്ങളെ കാണുന്നവരാണ് ഭയപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു എന്ന് വരാം. എന്നാൽ when you are looking only the problems, you will afraid in your life. പ്രശ്നങ്ങളെ അല്ല കാണേണ്ടത്, പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കഴിയുന്ന ദൈവത്തെ കാണുവാനിടയാണ്. എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, പ്രതിസന്ധി എന്തുമായിക്കൊള്ളട്ടെ, ഏത് പ്രശ്നങ്ങളുടെ മധ്യത്തില് നമ്മൾ കാണേണ്ടത് ദൈവത്തെയാണ്. Because only God can handle the problems. നമുക്കതിന് കഴിയില്ല. See, when you see the circumstances, when you see the problems, you will be afraid. നമുക്കറിയാം, പത്രോസിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. കർത്താവ് കടൽ മീതെ നടന്നു വരുമ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവെ നീ ആകുന്നെങ്കിൽ ഞാനൂടെ അങ്ങോട്ട് നടന്നു വരട്ടെ, പോരാൻ പറഞ്ഞു. പക്ഷെങ്കില് പത്രോസ് നടന്നു, കുറച്ചു കഴിഞ്ഞപ്പോൾ നിലവിളിക്കാൻ തുടങ്ങി. എന്താ കാരണം? എന്താ? പത്രോസ് കർത്താവിന്റെ മുഖത്തു നിന്നും തന്റെ കണ്ണ് പിൻവലിച്ചു, ചുറ്റുപാടും നോക്കി, അലകളെയും തിരമാലകളെയും കണ്ടപ്പോൾ അവൻ നിലവിളിക്കാനായിട്ട് തുടങ്ങി, താഴാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ദൃഷ്ടി പതിപ്പിക്കുന്നതിന് പകരമായിട്ട് ലോകത്തിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് ഒരിക്കലും നോക്കുവാനായിട്ട് ഇടയാകരുത്. ഇനി നമ്മൾ കാണുന്നത്, ഇവര് നിലവിളിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് നിലവിളിച്ചത്? വിടുതലിന് വേണ്ടിയാണോ നിലവിളിച്ചത്? ഇവർ നിലവിളിച്ചത് നമ്മൾ വായിക്കുന്നു. They cried unto the cried, but for what they cried? എന്തിനു വേണ്ടിയാണ് നിലവിളിച്ചത്? 11-12 വാക്യങ്ങൾ വായിക്കാം. 11-12 വാക്യങ്ങൾ. And they said to Moses, because there were no graves in Egypt, have you taken us away to die in the wilderness? Why have you so dealt with us to bring us up out of Egypt? ഓക്കെ, അവര് നിലവിളിച്ചു. എന്ത് വിടുതലിന് വേണ്ടിയാണോ നിലവിളിച്ചത്? ദൈവമേ, ഞങ്ങളുടെ പിന്നാലെ പർവ്വം വരുന്നു, ഞങ്ങളെ വിടുവിക്കണം, അതിനു വേണ്ടിയാണോ നിലവിളിച്ചത്? അല്ല. അവര് നിലവിളിച്ചു നോക്കിയേ, നിരാശയോടുകൂടിയ പരാതികളായിരുന്നു, കുറ്റപ്പെടുത്തലായിരുന്നു, അവിശ്വാസത്തിൽ ഉയർന്ന വാക്കുകളായിരുന്നു. അതെത്ര ഭയങ്കരമായ വാക്കുകളാണ്. ദൈവം അത്ഭുതകരമായിട്ട് വിടുവിച്ചു. പക്ഷെങ്കിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ വിശ്വാസമായി പരിണമിച്ചില്ല. See, God did miracles in their life, but that miracles did not turn us their faith. പലപ്പോഴും ഇത് തന്നെയാ സംഭവിക്കുന്നത്. വിശ്വാസം, നമ്മുടെ ജീവിതത്തിൽ ദൈവം എത്രയോ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, എന്റെ വിശ്വാസ ജീവിതത്തിന്റെ ഓരോ പടികൾ കയറുവാനായിട്ട് ഈ അത്ഭുതങ്ങൾ മുഖാന്തരമായി തന്നിട്ടുണ്ടോ? ഓരോ ദിവസവും ദൈവമേ, എന്റെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ നീ ചെയ്തിട്ടുണ്ട്. ഈ അത്ഭുതങ്ങൾ ഒരു വിശ്വാസമായി പരിണമിക്കുക. Now look at verse 21. 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവിടെ ഇങ്ങനെയാണ്, ദൈവം അവരെ നടത്തിക്കൊണ്ട് പോവുകയാണ്. ആ നടത്തിക്കൊണ്ട് പോകുന്നതിനെ കുറിച്ച് വായിക്കുന്നത് 21-ാം വാക്യം. Then Moses stretched out his hand over the sea, and the Lord caused the sea to go back by a strong east wind all that night, and made the sea into dry land, and the waters were divided. അവിടെ നമ്മൾ വായിക്കുന്നത് 14 verse 21. The Lord was going before them in a pillar. 13 verse 21. 13:21. Okay, the Lord was going before them in a pillar of cloud by day to lead them on the way, and in a pillar of fire by night to give them light, that they might travel by day and by night. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണിലും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവർ കുറ്റപ്പെടുത്തതല്ല എവിടെ ഇരുന്നോണ്ടാ? ഇതിന്റെ കീഴിലിരുന്നോണ്ടാ. ഏതിന്റെ കീഴിൽ? പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണിലും നടത്തുന്ന ദൈവത്തിന്റെ ശീതള ഛായയുടെ കീഴിലിരുന്നുകൊണ്ടാണ് ഇവർ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത എത്രയോ അത്ഭുതങ്ങളെ നമ്മൾ കണ്ടിട്ട്
നമ്മൾ അറിഞ്ഞിട്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ട്, ദൈവം ഇത്രയും എന്നെ കൊണ്ടുവന്നു എന്ന് പലപ്പോഴും പറഞ്ഞിട്ട് അതിന്റെ കീഴിലിരുന്നുകൊണ്ട് ദൈവത്തെ ഇവിടെ പരാതി പറയുന്ന, ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന എത്രയോ ആളുകളെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ നമ്മൾ ആ ഭാഗത്ത് കാണുന്നത് ഇങ്ങനെയാണ്. ഇവര് മിസ്രൈം വിട്ട് കനാൻ നാട്ടിലേക്ക് അവർ യാത്ര ചെയ്യുകയാണ്. പക്ഷെ അവർ പറയുന്ന വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല പ്രാവശ്യം അവർ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ആ വാക്കുകളെല്ലാം വായിക്കാൻ നമുക്ക് നേരെയില്ല. അവിടെ എല്ലാം വരുന്നൊരു വാക്ക് മിസ്രൈം, മിസ്രൈം. ഞങ്ങൾ മിസ്രൈമിലേക്ക് പോയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞങ്ങൾക്ക് മിസ്രൈം എന്ന് പറഞ്ഞാൽ ഈ മിസ്രൈമിൽ വേല ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവരുടെ ഹൃദയത്തിൽ നിന്നും എന്ത് പോയിട്ടില്ല? മിസ്രൈം പോയിട്ടില്ല. യാത്ര എങ്ങോട്ടാ? കനാൻ നാട്ടിലേക്കാ. യാത്ര കനാൻ നാട്ടിലേക്കാ. പക്ഷേ എന്നോനെ എടുത്തോണ്ടാ പോകുന്നേ? മിസ്രൈമിനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ യാത്ര പലരും ചെയ്യുന്നത്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? നമ്മുടെ സ്വർഗ നാട്ടിലേക്കുള്ള യാത്രയാണ്. നമുക്കറിയാം നമ്മുടെ പൗരത്വം ഇവിടെയല്ല, സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുന്നവരാണ്. പക്ഷെങ്കില് ഈ യാത്രയിൽ ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോയിട്ടില്ല. ഈ മിസ്രൈം പോയിട്ടില്ല, ഈ ലോകം പോയിട്ടില്ല. അത് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഈ കനാനിലേക്കുള്ള യാത്ര ഇവർക്ക് ഇപ്പൊ എന്തായിട്ട് തോന്നി? മടുപ്പായിട്ട് തോന്നി. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണ്ട, ഞങ്ങൾക്ക് അവിടെ തന്നെ മതി. ഇന്ന് അനേകരുടെ ജീവിതത്തില് കൂട്ടായ്മ, എന്ത് കൂട്ടായ്മ? പ്രാർത്ഥന, എന്നോ പ്രാർത്ഥന, ബൈബിൾ സ്റ്റഡി പറഞ്ഞത്, എന്ത് ബൈബിൾ സ്റ്റഡി? ഇതെല്ലാം ഒരുമാതിരി വെറുപ്പായിട്ട് തോന്നുന്ന ഇന്നത്തെ യുവജനങ്ങളോടുള്ള ബന്ധത്തില് പലപ്പോഴും ഇതൊന്നും വേണ്ട എന്ന് വെക്കുന്നത് ഇതൊക്കെ ബഹു ബോറായിട്ട് മാറിയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണോ ദൈവത്തെ ആരാധിക്കുന്നത് എന്നുള്ള ചിന്ത ഇന്ന് പലരുടെ ഹൃദയത്തിൽ വന്നിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പലയിടത്തും ഇന്നത്തെ യുവ ജനങ്ങള് അവർക്ക് കുറച്ചുകൂടെ കാണാനും കേൾക്കാനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെയും കുറച്ച് കുഴപ്പമില്ല. കുറച്ച് ഡാൻസ് ഒക്കെ കളിക്കുകയാണെങ്കിൽ, നൃത്തമൊക്കെ വെക്കുകയാണെങ്കിൽ, ഇതൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഉത്സാഹമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതെന്ത് പ്രാർത്ഥന, ഇതെന്ത് ആരാധന, ഇതാണോ ആത്മീക ജീവിതം? ബോറടിച്ചു തുടങ്ങിയില്ലേ? അങ്ങനെ ബോറടിക്കുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിന്റെ അർത്ഥം സാത്താന്യ ആക്രമണത്തിന് വിധേയരായി എന്നുള്ളതാണ്. പിശാചിന്റെ ആക്രമണം നിങ്ങളുടെ ഹൃദയത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം ഇന്ന് പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവമക്കളെ ആത്മീക ജീവിതത്തിൽ മടുപ്പുള്ളവരാക്കി തീർക്കുക എന്നുള്ളതാണ്. നാം ആത്മീക ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടവരാണ്. We need to go forward. But what Satan is doing, ആത്മീക ജീവിതം എന്ന് പറയുന്നത് നമ്മൾക്കൊന്ന് മടുപ്പാക്കുക. See, we are getting bored on spiritual life. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ് ഇതിന് പ്രതിവിധി? ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? 3 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒന്ന്, 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, 13-ാമത്തെ വാക്യം, verse 13, chapter 14, verse 13. Yes. There are 3 things are mentioned there. Number 1 is, ഒന്നാമത് പറയുന്നത് don't be afraid. ഭയപ്പെടരുത് എന്നാണ്. വേദപുസ്തകത്തിലെ അതിപ്രധാനമായ ഒരു വാക്തത്വമാണിത്. ഭയപ്പെടേണ്ട. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, 365 പ്രാവശ്യം ആ വാക്ക് ബൈബിളിൽ ഉണ്ട് എന്ന് നമ്മൾ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഓരോ ദിവസവും നമ്മളോട് പറയാനുള്ളത് ഭയപ്പെടരുത്. അബ്രഹാമിനോട് പറഞ്ഞു, നീ ഭയപ്പെടരുത്. ഗിദെയോനോട് പറഞ്ഞു, ഭയപ്പെടരുത്. ദാനിയേലിനോട് പറഞ്ഞു, ഭയപ്പെടരുത്. പൗലോസിനോട് പറഞ്ഞു, ഭയപ്പെടരുത്. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നു. അപ്പോൾ ഭയപ്പെടരുത്. എന്തിനാണ് ഈ ഭയപ്പെടരുത് പറയുന്നത്? ഭയപ്പെടാൻ സാധ്യതയുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. We have every possibility is there to be afraid. കാരണം അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്, കാലാവസ്ഥയാണ്, സർക്കംസ്റ്റാൻസസ് ആണ് നമ്മൾ കാണുന്നത്. അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് പറയാനുള്ളത്, ഡോണ്ട് ബി അഫ്രൈഡ്. ഭയപ്പെടരുത്. എന്താ കാര്യം? ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം ഉള്ളത് കൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. ഇനി രണ്ടാമത് വായിക്കുന്നത്
ഉറച്ചു നിൽപ്പീൻ എന്നാണ്. സ്റ്റാൻഡ് സ്റ്റിൽ, ഉറച്ചു നിൽക്കണം. എന്താ ഉറച്ചു നിൽക്കാൻ കാരണം? നമ്മെ നിർത്തിയിരിക്കുന്നത് ഉറപ്പുള്ള പാറയിലാണ്. നമ്മളത് 40 സെക്കൻഡ് വായിക്കുന്നുണ്ട്. നമ്മെ ചേറ്റിൽ നിന്ന് ഉയർത്തി നമ്മെ ഉറപ്പുള്ള പാറമേൽ നിർത്തി. പ്രിയപ്പെട്ടവരെ, കണ്ണെത്താത്ത ദൂരം പരന്നു കിടക്കുന്ന ചെങ്കടലിന്റെ കരയിലിരുന്ന് പരാതിപ്പെട്ടിട്ടോ നിലവിളിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഇവിടെ വേണ്ടത് വിശ്വാസമാണ്. അപ്പോൾ വിശ്വാസം ശാന്തമായിട്ട് നമ്മോട് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. കാരണം ഈ വിശ്വാസത്തിന്റെ മുമ്പിൽ ചെങ്കടൽ വിഭജിക്കപ്പെടാൻ പോവുകയാണ്. The Dead Sea is going to be divided in front of us. ഈ വിശ്വാസത്തിന് പല വഴികളില്ല, കുറുക്കു വഴികളില്ല. ഒരൊറ്റ വഴിയേ ഉള്ളൂ, ചെങ്കടൽ പിളർന്ന വഴി. ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് വേറെ യാതൊരു വഴികളുമില്ല. ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അത് ചെങ്കടലിനെ പിളർന്ന് ദൈവം മുന്നോട്ട് കൊണ്ടുപോകും. ഒരൊറ്റ വഴി മാത്രം. വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ ദൈവം ഒരുക്കിയ വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണോ? Then there is only one way. We need to go through that way. അല്ലാതെ കുറുക്കുവഴി അന്വേഷിക്കല്ലേ. ക്രിസ്തീയ ജീവിതത്തിൽ കുറുക്കുവഴികളില്ല. There is only one way. That is the way that the Lord is going to open before us. നമ്മൾ വിചാരിക്കേണ്ട മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞു. പലരും പറയാറുള്ള കാര്യമാണ്, എല്ലാ വഴികളും അടഞ്ഞു, ഇനി ഒരു വഴിയില്ല എന്ന് വിചാരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. But let me tell you, എത്ര വഴി അടഞ്ഞാലും വീണ്ടും നമുക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ കഴിവുള്ള ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവം ഒരുക്കിയ വഴിയിലൂടെ മുൻപോട്ട് പോകാം. ഇനി 15-ാം വാക്യത്തിൽ മൂന്നാമത്തെ കാര്യം, മുമ്പോട്ട് പോവാ. ഗോ ഫോർവേഡ്. ഇതെപ്പോഴാ പറഞ്ഞത് മുന്നോട്ട് പോകാനായിട്ട്? ചെങ്കടൽ വിഭജിക്കപ്പെട്ടിട്ടില്ല. ചെങ്കടൽ ഇപ്പോഴും ചെങ്കടലായിട്ട് കിടക്കുകയാണ്. അത് വിഭജിക്കപ്പെട്ടില്ല. പക്ഷെ വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ദൈവം പറയുക മോശയോട്, നീ മുമ്പോട്ട് പോവുക. ഇവിടെയാണ് വിശ്വാസത്തിന്റെ ധൈര്യം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ കൽപ്പന കേട്ട് ധൈര്യത്തോടുകൂടെ ഇറങ്ങുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇന്ന് ഈ വൈകിട്ട് വേളയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടിയുള്ളൂ. എപ്പോഴാണോ വിശ്വാസം നഷ്ടപ്പെടുന്നത്, അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. പിന്നെ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ഒരു അധ്യാപകൻ പഠിപ്പിച്ചതിന് ശേഷം എല്ലാ കുട്ടികൾക്കും ഒരു പ്ലേ കാർഡ് കൊടുത്തൊരു വാക്യം. ആ വാക്യം ഇതാണ്, ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. വിശ്വാസമുള്ളവരായിരിക്കും എന്നുള്ള വാക്യമാണ്. അപ്പം ഒരു കൊച്ച് ഈ വാക്യമൊക്കെ പിടിച്ച് പ്ലേ കാർഡൊക്കെ പിടിച്ച് വീട്ടിലേക്ക് പോവുക. അപ്പൊ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ബസ്സിന്റെ സൈഡിൽ ഇങ്ങനെ നിന്ന് പോയപ്പോ കാറ്റടിച്ചപ്പോഴ് ഇവന്റെ കയ്യിൽ നിന്ന് പ്ലേ കാർഡ് താഴെ പോയി. അവൻ ബസ്സിൽ കിടന്നു നിലവിളിക്കാൻ തുടങ്ങി, മൈ ഫെയ്ത്ത് ഹാസ് ഗോൺ, മൈ ഫെയ്ത്ത് ഹാസ് ഗോൺ. അപ്പം ഡ്രൈവർ വണ്ടി നിർത്തിയിട്ട് അപ്പൊ ഇറങ്ങി ചെന്ന് ഈ പോയ പ്ലേ കാർഡ് എടുത്തുകൊണ്ട് തിരിച്ചു വന്ന് വണ്ടിയിൽ കയറിയ സമയത്ത് അതിലിരുന്നോണ്ട് ഒരാൾ പറഞ്ഞു, ഇത് തന്നെ വേണം. When you feel that my faith has gone, എന്റെ വിശ്വാസം പോയെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ സ്റ്റോപ്പ് ഇറ്റ്. ക്രിസ്തീയ ജീവിതം അവിടെ നിന്ന് നിർത്തിയിട്ട് അത് തിരിച്ചെടുക്കണം. ടേക്ക് ഇറ്റ് ബാക്ക്. എന്റെ വിശ്വാസത്തെ ഒന്ന് തിരിച്ചെടുത്തിട്ട് കണ്ടിന്യൂ യുവർ ജേർണി. ക്രിസ്തീയ ജീവിതത്തിൽ ഇങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. ഇവിടെ 3 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. 1, നിങ്ങൾ ഭയപ്പെടരുത്. 2, ഉറച്ചു നിൽക്കുക. 3, മുന്നോട്ട് പോവുക. കാരണം ഈ ചെങ്കടൽ പിളർക്കപ്പെടുന്നത് അവരുടെ വിശ്വാസത്തിന്റെ കൂടുതൽ കൊണ്ടല്ല, ദൈവകൃപയുടെ മഹത്വം അവിടെ വെളിപ്പെടാൻ പോവുകയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് പോകുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ കൂടുതൽ കൊണ്ടൊന്നുമല്ല, പക്ഷെ സ്വർഗത്തിലെ ദൈവം തന്റെ കൃപയുടെ മഹത്വം വെളിപ്പെടുത്തുമ്പോഴാണ്. എന്നാൽ അവിടെ നമുക്ക് വേണ്ടത് എന്താണ്? വിശ്വാസം. നമ്മുടെ വിശ്വാസത്തിന്റെ കൂടുതൽ കൊണ്ട് ദൈവം ചെയ്യുന്നില്ല, പക്ഷെങ്കിൽ ആ വിശ്വാസം അനിവാര്യമാണ് ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് തളർന്നു പോകാതെ മുന്നോട്ട് പോകാം. Now we have come almost the end of this year. ഈ വർഷത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുക. ഇനി 1 more month before us. ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ.
എന്തെല്ലാം പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ നമ്മൾ കടന്നുപോയവരാണ്, നമ്മൾ അനുഭവിച്ചവരാണ്, ലോകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ വചനം പറയുക, ഈ പ്രതിസന്ധികളുടെ മുഖത്ത് നമ്മൾ തകർന്നു പോകാതെ, തളർന്നു പോകാതെ നമുക്ക് മുൻപോട്ട് പോകാം. അതിനുള്ള ആഹ്വാനമാണ് ദൈവം നമുക്ക് തൻ്റെ വചനത്തിലൂടെ നമുക്ക് തരുന്നത്. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഇങ്ങനൊരു അവസരം നൽകിയതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഒപ്പം ഇവിടെയുള്ള സ്ഥലസഭയോട് നന്ദി പറയുകയും ചെയ്യുന്നു. ഞാൻ ഓർപ്പിച്ച പോലെ ഈ മിനിസ്ട്രിയുടെ ഒരു അതിൻ്റെ ഒരു ബ്രോഷർ എൻ്റെ കൈവശമുണ്ട്. Anyone is interested, you can just have it, this one, and please pray for us. May His name be glorified.